റോയ്ച്ചായ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വില കുത്തനെ കൂട്ടി. അടുത്തത് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. ഇതെല്ലാം ജനങ്ങളോട് തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ ഒരു ഭരണകൂടത്തിന് കമ്മിറ്റ്മെന്റ് ഉള്ളൂ എന്നുള്ള വലിയ ചോദ്യമല്ലേ ഇപ്പോൾ ഉയരുന്നത്? അല്ല, തീർച്ചയായിട്ടും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചില കാര്യങ്ങൾ പറയുക, അത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പാപഭാരം മുഴുവൻ ജനങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുക. ആ ഒരു തന്ത്രമാണ് കഴിഞ്ഞ 12 വർഷമായിട്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ പിന്തുടർന്നു വന്നിരുന്നത്. കാരണം ഇങ്ങനൊരു അവസ്ഥയെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എല്ലാ ദിവസങ്ങളിലും രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് ജനങ്ങളുടെ മേൽ അധിക നികുതി ഭാരം, അതേപോലെ തന്നെ പെട്രോളിയം ഗ്യാസുകളുടെയൊക്കെ വില കൂട്ടാനാണ് സാധ്യതയെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ നമ്മൾ കണ്ടു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ബംഗാളിലെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് പാചകവാതകത്തിന്റെ വില 993 രൂപ കൂട്ടിയത്. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പാചകവാതകത്തിന്റെ വില കൂട്ടുമ്പോഴേക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് സമൂഹത്തിൽ വലിയ തോതിലുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഗാർഹിക വാതകത്തിനെ കൂട്ടുന്നതിനെക്കാട്ടിലുമാണ് അതിന്റെ സാമൂഹിക ആഘാതം എന്ന് പറയുന്നത് വലിയ തോതിൽ. കാരണം പണിക്ക് പോകുന്ന പാവങ്ങൾ, അതേപോലെ തന്നെ ജോലി ചെയ്യുന്ന സർക്കാർ ഓഫീസുകളിലും സ്വകാര്യ ഓഫീസുകളിലും ജോലി ചെയ്യുന്നവര്, അവരുടെ എല്ലാം ദൈനംദിന ആഹാരം എന്ന് പറയുന്ന ഈ തട്ടുകടകളിലും അല്ലെങ്കിൽ ഹോട്ടലുകളിലും അങ്ങനെയൊക്കെ പലയിടത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അവര് ഈ നിലവിലുള്ളതിന് ഇപ്പൊ ഒരു ചായക്ക് 12 രൂപ കൊടുക്കുന്ന, ഇപ്പൊ സാധാരണ കേരളത്തിൽ എല്ലായിടത്തും 12 രൂപയാണ്. ആ 12 രൂപ എന്ന് പറയുന്നത് 20 രൂപയായിട്ട് 22 രൂപയായിട്ടാണ് വർദ്ധിക്കുന്നത്. കടക്കാരെ കുറ്റം പറയാനും പറ്റില്ല. കാരണം 3085 രൂപയാണ് ഇപ്പോൾ പ്രസന്റ് ഇപ്പൊ കേരളത്തിലുള്ള വില. അത് ഓരോ ജില്ലകളിലേക്ക് വരുമ്പോഴത്തേക്ക് അത് മാറിയും ഏറിയും കുറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പൊ 19 കിലോ ഒരു വാതകത്തിന് ഒരു കടക്കാരൻ ഏതാണ്ട് 3100 രൂപ വരെയാണ് കൊടുക്കേണ്ടി വരുന്നത്. അതിന്റെ ഇമ്പാക്ട് അവന്റെ ഭക്ഷ്യസാധനങ്ങളിനകത്തേക്ക് വരും. അപ്പൊ അത് ഡയറക്ട്ലി ബാധിക്കുന്നത് കടകളിൽ പോയി ആഹാരം കഴിക്കുന്ന സാധാരണക്കാരായ ജോലിക്കാരെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയൊക്കെയാണ് ബാധിക്കുന്നത്. അതിനനുസരിച്ച് ഇവരുടെ വേതനം ഒട്ടും കൂടുന്നുമില്ല. അന്യായമായ വിലയ്ക്ക് ഈ ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിൽ അതിനനുസരിച്ച് ശമ്പളം വർദ്ധിക്കുന്നില്ല. അതിനനുസരിച്ച് അതിന്റെ ഇമ്പാക്ട് എന്നുള്ള നിലയിൽ ജീവിത ചെലവ് വർദ്ധിക്കുകയാണ്. അപ്പം ഇത് നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക അന്തരമാണ് സൃഷ്ടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ യുദ്ധം വന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ്, കാരണം നമ്മുടെ നയതന്ത്ര ബന്ധങ്ങൾ പലതും പാളിപ്പോയതിൻ്റെ കൂടെ ഒരു ദുരന്തമാണിത്. നേരത്തെ റഷ്യയിൽ നിന്ന് നമ്മൾ പാചകവാതവും പെട്രോളിയം ഇറക്കിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് പോയി അമേരിക്കയുമായിട്ട് ഡീലുണ്ടാക്കി റഷ്യയിലെ എണ്ണ വാങ്ങരുതെന്നൊരു കരാറ് ഒപ്പുകയിട്ട് വന്ന് നിൽക്കുകയാണ്. കാരണം നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന നയതന്ത്ര ബന്ധങ്ങൾ പൊളിഞ്ഞു പോയതിന്റെ ഒരു വലിയൊരു തകർച്ച കൂടിയാണ് ഇന്ത്യക്ക് ഇപ്പൊ ഈ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വന്നതിന്റെ ഒരു സംഭവം. കോൺഗ്രസ് സർക്കാരുകാരുടെ കാലത്ത് അയൽ രാജ്യങ്ങളുമായിട്ട് വളരെ കൃത്യമായ ഒരു ബന്ധവും ഇന്ത്യ എന്ന് പറയുന്ന അസ്തിത്വത്തെ അവരെല്ലാവരും അംഗീകരിക്കുന്ന തരത്തിലായിരുന്നു നമ്മുടെ വിദേശ നയവും മറ്റു സാധനങ്ങളും മറ്റ് ഇടപാടുകളും പോയിക്കൊണ്ടിരുന്നത്. അവിടേക്കാണ് ഈ അമിതമായ അമേരിക്കൻ വിധേയത്വവും അമിതമായ ഈ ചില കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ നമ്മുടെ പാളിച്ചകളുമാണ് ഇവിടെ ഈ ദുരന്തത്തിന് ഇപ്പം ഇടയാക്കിയിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വന്നുകൊണ്ടിരുന്നത് കൃത്യമായി വരികയും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ വരുന്ന ഒരു സാഹചര്യമില്ലായിരുന്നു. അവിടെയാണ് ഈ അവസ്ഥ ഉണ്ടാക്കിയത്. അപ്പം ഓരോ തവണയും ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ ഗ്യാസിന്റെ വില എന്ന് പറയുന്നത് 400 രൂപ 450 രൂപയായിരുന്നു. അതായത് ഗാർഹിക പാചകവാതകത്തിന്റെ വില അതിപ്പോ ഏതാണ്ട് 1000-1050 രൂപ വരെ എത്തിയിരിക്കും. കൊമേഴ്ഷ്യൽ ഗ്യാസിന്റെ വില അതേപോലെ തന്നെയാണ് ഇപ്പൊ കൂടിയത്. ഈ വില വർദ്ധിക്കുന്നത് മാത്രമല്ല, ഈ വില വർദ്ധിക്കുമ്പോൾ ഇത് ചോദിക്കുമ്പോൾ കേന്ദ്രമന്ത്രിമാർ നൽകുന്ന മറുപടിയും കൂടെയുണ്ട്. ആൾക്കാരെ മുഖത്ത് നോക്കി പുച്ഛിക്കുക എന്ന് പറയുന്നതിന് അത് തന്നെ വിവരക്കേടിന് കാലുകയും വെച്ച തരത്തിലുള്ള വർത്തമാനങ്ങളാണ് ഇവരെല്ലാം പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു സാധാരണക്കാരന്റെ അവന്റെ ദുരിതവും പ്രയാസവും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ നേതാക്കളുടെ മറുപടിയാണ് ഈ സുരേഷ് ഗോപിയെ പോലുള്ളവർ ഇതേപോലുള്ള വിഡ്ഢിത്തരങ്ങൾ വാങ്ങി വിളമ്പി വിടുന്നത്. കാരണം നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു 1000 രൂപ കൊടുത്തൊരു പാചകവാതകം വാങ്ങിക്കുന്ന ഒരു കുടുംബത്തിന് ഈ ഓരോ തവണയും വില കൂടുമ്പോഴത്തേക്ക് അവന്റെ ജീവിത ചെലവ് അനുസരിച്ച് കൂടുകയാണ്. ഇപ്പൊ കച്ചവടക്കാരന്മാർ നമ്മൾ കാണുന്ന തട്ടുകടയിൽ കാണുന്ന അവരുടെ വരുമാനത്തിന് തന്നെ വലിയ തോതിലുള്ള കുറവുണ്ടാവുകയാണ്. അവരുടെ ലാഭം കുറയുകയാണ്. അവരുടെ ജീവനക്കാർക്ക് വേണ്ട രീതിയിൽ ശമ്പളം കൊടുക്കാനാകാത്ത സ്ഥിതിയാണ്. അപ്പൊ ഇത് ഒരാളെ മാത്രമല്ല ബാധിക്കുന്നത്, വലിയ തോതിൽ ഒരു ജനസാമാന്യത്തെ മുഴുവനുമാണ് ഈ വിലക്കയറ്റം ബാധിക്കുന്നത് എന്ന് പറയുന്നത്.
അപ്പൊ സർക്കാരിന് ഇതിന്റെ ഭാഗത്തൊന്നും ഒരു നടപടിയില്ല. സർക്കാർ ആകെ ചെയ്യാവുന്ന പറഞ്ഞാൽ വില കൂട്ടി കൊടുക്കാൻ കമ്പനികൾക്ക്, എണ്ണ കമ്പനികൾക്ക് അവർക്ക് അനിയന്ത്രിതമായ രീതിയിൽ വില കൂട്ടി കൊടുക്കുക, അവർക്ക് തോന്നിയ പോലെ തന്നെ വില കൂട്ടുകയാണ്. ഒരു മാനദണ്ഡം പോലും ഇല്ലാതാണ് വില കൂട്ടുന്നത്. 50 രൂപ കൂട്ടുന്ന പോലെ 100 രൂപ കൂട്ടുന്ന പോലെ ഒറ്റയടിക്ക് 900 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാനാവാത്ത സ്ഥിതിയിലാണ്. ഹോട്ടലുകൾ പലതും പൂട്ടിപ്പോകുന്ന സ്ഥിതിയിലാണ്. ഈ വില കൊടുത്തു വെച്ച് പിന്നെ അതിനകത്തുനിന്ന് ലാഭം ഉണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് എത്താനേ പറ്റത്തില്ല. അപ്പൊ ഇപ്പൊ തന്നെ കേരളത്തിൽ ഏതാണ്ട് 70% ചെറുകിട ഹോട്ടലുകളും തട്ടുകടകളും പൂട്ടിയ അവസ്ഥയിലാണ്. ക്ഷാമം കൊണ്ട് തന്നെ, വാണിജ്യവാതകത്തിന്റെ ക്ഷാമം കൊണ്ട് തന്നെ പൂട്ടിയ അവസ്ഥയിലാണ്. അപ്പൊ പിന്നെ ഈ ഒരു തലയ്ക്കടിയൂടെ കിട്ടുന്നതോടുകൂടി തന്നെ കച്ചവടം ഏതാണ്ട് പൂർണ്ണമായി അസ്തമിച്ചു പോവുകയും ചെയ്തത്. സർക്കാരിന് ഇതിനൊന്നും ഒരു പ്രതിവിധി ഇല്ല എന്നുള്ളതാണ്. അല്ല, ഈ പാചകവാതകത്തിന് ഇത്രയും വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. ഇനി അടുത്തുള്ളത് പെട്രോൾ ഡീസൽ വില വർധനയാണ്. അതും ഉടൻ തന്നെ വരും, ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യം എന്നാണ് പറയുന്നത്. അത് ഞെട്ടിക്കുന്ന ഒരു വർധനവാനുള്ള സാധ്യതയാണ്. അല്ല, ഇന്നത്തെ കേരളത്തിന് ഇന്ന് ഇവിടെ കേരളത്തിൽ പത്രങ്ങളില്ല, പക്ഷെ കേരളത്തിന് പുറത്തിറങ്ങിയിരിക്കുന്ന പത്രങ്ങളിലെല്ലാം 5 മുതൽ 10 രൂപ വരെ പെട്രോളിന് വില കൂടുമെന്നാണ് പറയുന്നത്. 5 രൂപ മുതൽ 10 രൂപ വരെ വില കൂടുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന സാധനങ്ങളുടെ വിലക്കയറ്റം അത് ക്രമാതീതമായി വർദ്ധിക്കും. പിന്നെ കാരണം കേരളം പോലുള്ള സംസ്ഥാനത്ത് കൺസ്യൂമർ സ്റ്റേറ്റിൽ പുറത്തുനിന്ന് വരുമ്പോഴാണ് നമ്മുടെ എല്ലാ ആഹാര സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് കഴിഞ്ഞാൽ കേരളത്തിൽ നിലവിലുള്ള അരി ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങൾക്കും 5 രൂപ മുതൽ 10 രൂപ വരെ വീണ്ടും വില കൂടാനാണ് സാധ്യത. അപ്പൊ അത് ഈ ഉണ്ടാക്കുന്ന ഒന്നാമത് കേരളം പോലെ സാമ്പത്തികമായി ദുർബലമായി നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇനിയൊരു വിലക്കയറ്റം കൂടെ താങ്ങാൻ പറ്റുന്ന ഒരു സ്ഥിതിയില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ സംസ്ഥാന സർക്കാർ വിപണിയിൽ ഇടപെടാത്തൊരു സാഹചര്യമുണ്ട്. കാരണം സർക്കാരിന് സാമ്പത്തിക ദാരിദ്ര്യമായതുകൊണ്ട് തന്നെ വിപണിയിൽ ഇടപെട്ട് വില കുറയ്ക്കാനുള്ള ഒരു സംവിധാനവും ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ റേഷൻ സംവിധാനങ്ങളിൽപ്പെട്ട വില കുറച്ചു കൊടുക്കുന്ന സപ്ലൈകോ ആയാലും നീതി സ്റ്റോറുകളായാലും ത്രിവേണിയും ഒക്കെ തന്നെ ഏതാണ്ട് പൂട്ടിയ അവസ്ഥയിലാണ്. അപ്പം ഇനിയൊരു പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ആൾക്കാരെ പട്ടിണിയിലേക്ക്, അടുക്കളകൾ പുകയാത്ത സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഇതൊക്കെ കാണുമ്പോഴാണ് എന്നും തെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു. അത് തന്നെ, തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കി മാത്രമാണ് വില കുറയുകയും വില കൂട്ടുകയും. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാത്തിനും വില ഇരട്ടിയാക്കുന്ന സ്ഥിതി. അതായത് 2014 മോദി വന്നപ്പം മുതലേ നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസം അതാണ്. ആദ്യമൊക്കെ ഈ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് ഉജ്ജ്വൽ യോജന എന്ന് പറഞ്ഞ് പിന്നെ ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന പരിപാടിയെ കുറിച്ച് ആദ്യമൊക്കെ കേട്ടിരുന്നു. പിന്നീട് അത് കൊടുക്കുന്നേയില്ല. കാരണം പലയിടത്തും ഫ്രീ ആയിട്ട് കൊടുക്കുന്നേയില്ല. വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിലൊന്നും കൊടുക്കുന്നില്ല. അവരൊക്കെ തന്നെ അന്ന് പത്രങ്ങളിൽ വാർത്തയൊക്കെ വന്ന ഈ ഗ്യാസ് കുറ്റി എടുത്ത്, കാലിയായ ഗ്യാസ് കുറ്റി എടുത്ത് ഗംഗയിൽ എടുത്തെറിയുന്ന പടങ്ങളൊക്കെ, ദൃശ്യങ്ങളൊക്കെ വന്ന. അപ്പം മൊത്തത്തിൽ സർക്കാർ ഇത്തരം ഉണ്ടാകാൻ പോകുന്ന ഒരു പിന്നെ ദുരന്ത അവസ്ഥയെക്കുറിച്ച് യാതൊരു മുൻകരുതലോ തയ്യാറെടുപ്പുകളോ ഇല്ലാതെ പോകുന്നു എന്ന് ഉള്ള നിസ്സംഗരായി ഇത്തരം വർഷങ്ങളെ ഒരു സർക്കാർ നോക്കി നിൽക്കുന്നതിന് ദുരിതങ്ങളാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. ഇനിയിപ്പം ഈ ഒരു വിലക്കയറ്റം ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് ഭയങ്കരമായിരിക്കും. നമ്മുടെ നാട്ടിൽ ഇനിയിപ്പം സ്കൂളുകൾ തുറക്കാൻ പോകും 1 മാസം കൂടെ കഴിയുമ്പോഴേ. കുഞ്ഞുങ്ങളുടെ പഠനോപകരണങ്ങളുടെ ഇടയ്ക്ക് വിലക്കയറ്റം, ഇതിന്റെ കെയർ ഓഫിൽ ഇതെല്ലാം വില കൂടും. തുണിയുടെ ആയാലും ബാഗിന്റെ ആയാലും ചെരുപ്പിന്റെ ആയാലും എല്ലാം തന്നെ വലിയ തോതിലുള്ള വിലക്കയറ്റമാണ് ഇനി നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. അപ്പൊ പ്രത്യേകിച്ച് സാമ്പത്തികമായി താറുമാറായി 10 വർഷത്തെ സർക്കാരിന്റെ ഭരണം കൊണ്ട് തന്നെ സാമ്പത്തിക രംഗം ആകെ താറുമാറായി കിടക്കുകയാണ്. അവിടേക്കാണ് ഇനി ഈ ഒരു പുതിയൊരു അവസ്ഥയോട് വരുന്നത്. എങ്ങനെ ഇതിനെയൊക്കെ നേരിടുമെന്നിനിയും കണ്ടറിയണം.